ഹലോ ഗൈസ്, ഞാൻ ഇപ്പം രാവിലെ 6:20 പത്തനംതിട്ട KSRTC സ്റ്റാൻഡിൽ വന്നിരിക്കുക. ഒരു ഇൻ്റർവ്യൂവിന് എറണാകുളത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. ഇപ്പം ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്താ പറയുക, എൻ്റെ കൂട്ടുകാരനുണ്ട്, അവനെ നോക്കി നിൽക്കുക. അവൻ വണ്ടി കൊണ്ടുവന്ന് KSRTC സ്റ്റാൻഡകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം എൻ്റെ 2 വീലറിന് അങ്ങ് പോകാമെന്ന് പ്ലാൻ ചെയ്ത് നിൽക്കണം. അവൻ നീല ഉടുപ്പിട്ട് വരുന്നത് അവനാണ്. അപ്പം എൻ്റെ വണ്ടി കൊണ്ടുവന്ന് ചെങ്ങന്നൂർ വെച്ചിട്ട് അതിന് ട്രെയിൻ അങ്ങ് പോകാൻ വിചാരിച്ചു. എന്തൊരു പൊട്ടനാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ 2 ഹെൽമെറ്റും കൊണ്ടാണ് നോർമലി നടക്കുന്നത്. കാരണം ഇപ്പം ഭയങ്കര കർശനമാണ്. പിന്നെ നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ. അപ്പം അതുകൊണ്ട് എന്താ പറയുക, ഭയങ്കര ഇതായിട്ടാണ്. അപ്പം ഞാൻ 2 ഹെൽമെറ്റ് കൊണ്ട് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് അവൻ്റെ ഹെൽമെറ്റ് എടുക്കാറില്ല. അപ്പോൾ എന്ത് ചെയ്ത് ഇന്നും ഞാൻ എൻ്റെ ഹെൽമെറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ ഹെൽമെറ്റ് വണ്ടി വെച്ചിട്ട് ഇങ്ങനെ ഇനിയിപ്പം രണ്ടാമത് എടുക്കാൻ പോയേക്കണം. 7 മണിയാകുമ്പോഴത്തേന് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ മതിയായിരുന്നു. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. പൊതുവേ ചുരിദാർ പേഴ്സൺ അല്ല, ബട്ട് ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഓക്കെ, മുടി കെട്ടി വെച്ചേക്കുവാണ്. നമുക്ക് പിന്നെ അയച്ചിടാം. ഹെൽമെറ്റ് കൊടുത്തുകൊണ്ട് വരുന്ന വരവ് കണ്ടോ. ഇങ്ങനെ നമ്മൾ ചെങ്ങന്നൂർ എത്തിയിരിക്കുകയാണ്. അവൻ വണ്ടി വെക്കാൻ പോയിക്കുന്നവിടെ പാർക്കിംഗ് ഫീസ് 20 റുപ്പീസ്. നമ്മൾ വണ്ടി ടിക്കറ്റെല്ലാം എടുത്ത് വെച്ചു. തിരിച്ചു വരുമ്പോഴും പാസ് കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവനെ നോക്കി. ഓരോന്ന് വരുന്നു. ഇനി നമുക്ക് പോയിട്ട് ടിക്കറ്റൊക്കെ എടുക്കണം, അകത്ത് കയറണം. ട്രെയിന് 7 മണി തൊട്ടുണ്ടെന്നാണ് നമ്മുടെ മേക്ക് മൈ ട്രിപ്പിൽ കാണിച്ചേക്കുന്നത്. ഇനി അറിയില്ല, എന്തായാലും പോയി നോക്കാം. ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ്. വരുമെന്ന് ഇപ്പം അനൗൺസ്. എൻ്റെ കണ്ണിലൂടെയൊക്കെ കരിയിരിക്കുന്നതാ. നീ എന്താ പറയാഞ്ഞേ? ഒന്നും മനുഷ്യനാണ് ഇവന്. കൂടെ ഉണ്ടെന്നിട്ട് പറയുന്നില്ല. കുറച്ച് മസ്കാര തേച്ചായിരുന്നു, അത് വന്ന് കണ്ണിൻ്റെ താഴെ ഇരിക്കുന്നു. രാവിലെ ഉറക്കത്തിൽ തിന്നിട്ട് വന്നതിൻ്റെ ഇതൊന്നും മുഖത്തില്ല. ഓക്കെയാണ്. നല്ല തിരക്കാണ്. എനിക്ക് സ്ഥലം കിട്ടുമെന്ന് പോലും അറിയത്തില്ല. എന്തായാലും നോക്കാം. ഞങ്ങൾക്ക് വള ട്രെയിൻ വന്നേ. ഫുള്ള് തിരക്കാണ്, ഫുള്ള് പ്രശ്നം. ഇരിക്കാൻ സ്ഥലവുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ എറണാകുളം ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. സമയം 9:32. 9:15 ടൈം പറഞ്ഞത്. പക്ഷേ കുഴപ്പമില്ല. അങ്ങ് ചെങ്ങന്നൂർ മുതൽ ഇവിടെ വരെ നിന്ന് വന്ന് അവസ്ഥയും. ഇനി നമുക്ക് എടപ്പള്ളിയിലോട്ട് പോകണം. ഞാൻ ഫസ്റ്റ് ടൈം മെട്രോയിൽ കയറി. എനിക്ക് പടി വന്നു, എനിക്ക് എസ്കലേറ്റർ പടിയാം. ഞാൻ പടിയിട്ട് ചോട്ടി കയറിക്കോളാം. സീരിയസ്ലി എനിക്ക് പേടിയാണ്. എനിക്കറിഞ്ഞൂടാ, എനിക്ക് എസ്കലേറ്റർ പേടിയാണ്, ഹൈറ്റ്സ് പേടിയാണ്, എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പേടിയാണ്. രാവിലെ ഇറങ്ങിയ കോളനിയായി. ഫസ്റ്റ് ടൈമാണ് ഈ മെട്രോയിൽ കയറുന്നത്. കൊച്ചിയിൽ എത്ര തവണ വന്നിട്ടുണ്ടല്ല, എത്രയോ തവണ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞാൻ മെട്രോയിൽ കയറിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. എന്താവോ
അത് ഒന്നും അറിയാത്ത ദൈവൻ്റെ കൂടെ. നീ നേരത്തെ വന്നിട്ടുണ്ടോ? ഞാൻ ഫസ്റ്റ് ടൈം മോൻ വന്നിട്ടുണ്ടെന്ന്. അയ്യോ അയ്യോ കുത്തിയിരിക്കാം. ഞങ്ങൾ വന്നപ്പോഴത്തേനൊരു ട്രെയിൻ പോയി. അല്ലല്ല ട്രെയിനല്ലേ അത്, മെട്രോ മെട്രോ സോറി ശരിയാണല്ലോ. ഇവിടെ കൂടെ പട്ടി ഇങ്ങനെ ഞാൻ കൺഫ്യൂസ് ആക്കും. ഞങ്ങൾ ഓൾറെഡി ചെങ്ങന്നൂർ വരുന്നതിന് മുന്നേ പത്തനംതിട്ടയിൽ ഫുഡ് കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് വിശന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കയറി ഒരു മസാല ദോശ കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും ഷെയറാക്കി കഴിച്ചു. ഇനിയും എടപ്പള്ളിക്ക് പോവാം. എന്തുവാ എന്തോന്നു? ആ എത്ര വയസ്സായി? 30 വയസ്സ് കഴിഞ്ഞു. അവൻ വിമാനം കാണിച്ചിരുന്നു. ഇതിലും ഭേദം ബസ്സല്ലായിരുന്നു. ഇവൻ്റെ ഐഡിയ അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറിയിട്ട് മെട്രോയിൽ നിന്ന് ഇറങ്ങി. ഫസ്റ്റ് ടൈം മെട്രോയിൽ കയറിയായിരുന്നു. കൊള്ളായിരുന്നു. വരുന്നൊരു ഫോട്ടോ എന്നിട്ട് കയറാം. എന്നെ പിടിച്ചോ? ഇല്ല ഈ വീഡിയോ കഷ്ടപ്പെട്ട് നീ വരുന്നുണ്ടോ? കള്ളപ്പന്നി. ഇൻ്റർവ്യൂവിൻ്റെ ടൈം 11 മണിയാണ്. അപ്പം 10:30 ആയിട്ടേ ഉള്ളൂ. അപ്പം ഞങ്ങൾ മെട്രോ ഇറങ്ങി ലുലുവിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ ലുലു കൂടെ കണ്ട് തിരിഞ്ഞ് നടക്കും. സീരിയസ്ലി ബോറിങ്. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? വിട്ട് പോയി. ഞാൻ എക്സലേറ്റർ കയറുന്നില്ല. വന്നപ്പോൾ തൊട്ട് എക്സലേറ്റർ കയറാൻ തോന്നുന്നു. ഫുഡ് കോർട്ട് എവിടെ? ഫുഡ് കോർട്ട്? ഫുഡ് കോർട്ട് വന്നാലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പരീക്ഷിക്കാം. വേണ്ട, മേളിലാണോ ഫുഡ് കോർട്ട്? ഇവിടെ ലിഫ്റ്റ് എവിടാ? ആ പട്ടീനെ കളഞ്ഞിട്ട് പോന്നു. ഞാൻ പോകത്തില്ല. എവിടെ ലിഫ്റ്റ്? ഞാൻ ലിഫ്റ്റിലെ കയറും, അല്ലെങ്കിൽ പടി കയറും. ഞാൻ എക്സലേറ്റർ കയറത്തില്ല, ഡൗൺ തൊട്ടല്ല. എനിക്ക് പടിയാ. ഞാൻ ലാസ്റ്റ് എൻ്റെ പ്രയത്നം വലിച്ച്, ലാസ്റ്റ് അല്ലേ പ്രയത്നം വലിച്ച് അവനെയും കൊണ്ട് ഞാൻ ലിഫ്റ്റിൽ കയറി. പട്ടീനെ കൊണ്ട് എക്സലേറ്ററിൽ കയറാൻ നടക്കും. നമുക്ക് കയറില്ല, എനിക്ക് പിടി. ഇനി ഞങ്ങൾ ഫുഡ് കോർട്ടിലോട്ട് പോവാം. തുറക്കൂ സിസി, മാറണം ഫ്രെയിം ചെയ്ത്. ഓക്കെ, ഇതൊരു സൗണ്ടാ. അങ്ങനെ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ സെറ്റായി. നെക്സ്റ്റ് വീക്ക് മുതൽ ജോയിൻ ചെയ്യണം. അപ്പോൾ അതിന് ഉള്ള തത്രപ്പാടിലാണ്. കാരണം കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തുവാണെന്നൊന്നും അറിയത്തില്ല. ഇനി ഞങ്ങൾ വീണ്ടും ലുലു മോളിലോട്ട് പോകണം. കാരണം ഞങ്ങൾക്ക് ട്രെയിൻ വൈകിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ നട്ടക്കാട്ട വെയിലത്ത് പോയി മുട്ടയിടുന്നതിനെക്കാട്ടി നല്ലത് ലുലു മോളിൽ പോയി AC എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇടനാഴികളിൽ കൂടെ നടന്നു പോവുകയാണ്. അയ്യോ ക്ഷീണിച്ചെങ്ങ് ഇല്ലേ, അവന് പുച്ഛം. ഈ നട്ടക്കാട്ട വെയിലത്തൂടെ നടന്നു ഒരുമാതിരിയായി.
സത്യം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് വന്നിരിക്കും. വിയർത്ത് കുളിച്ച് അത് വിളക്കി വാലൊക്കെ പോയിരിക്കുന്നു. നല്ല തിരക്കാന്ന് തോന്നുന്നു. അയ്യോ, ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റുന്ന ചൂടല്ല, ഭയങ്കര ചൂട്. ഇരിക്കാൻ സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെങ്ങന്നൂരെത്തി. ഇനി വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ, അവസാനിപ്പിക്കുകയാണ്. ഫുള്ള് ടയേർഡാണ്. ഞങ്ങൾ ആക്ച്വലി മറൈൻ ഡ്രൈവിലൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. പക്ഷേ ഈ വെയിലത്ത് ഒരു തേങ്ങയും നടക്കത്തില്ല. അമ്മാതിരി വെയിലും ചൂടും. ഒരു വിധത്തിൽ അതും അങ്ങോട്ടും എറണാകുളം വരെ നിന്നാണ് നമ്മൾ പോയത്. തിരിച്ച് കോട്ടയം വരെ ഞങ്ങൾ നിൽക്കുമായിരുന്നു. കാലൊക്കെ ഫുള്ള് വേദനയാണ്. അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ടാറ്റാ ബൈ ബൈ.